പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നല്ല സ്വാധീനമുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയും ആ സ്ഥാനാർത്ഥിക്ക് സാധ്യതയില്ല എന്ന് ഒരു പക്ഷേ BJP നേതൃത്വം കരുതുകയാണെങ്കിൽ അത് മണ്ടത്തരമാകുമോ? ആ ചോദ്യം മടക്കത്തരമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും നായർ കമ്മ്യൂണിറ്റിക്കും എല്ലാം വലിയ വ്യത്യാസമില്ലാതെ വോട്ടുണ്ട്. ഈഴവ കമ്മ്യൂണിറ്റിക്ക് വോട്ടുണ്ട്. ഏറ്റവും കുറച്ച് മുസ്ലിം വോട്ടുകളുള്ള പാർലമെന്റ് നിയോജകങ്ങളും പത്തനംതിട്ടയാണ്. അതാണ് സത്യം. കാരണം ബാക്കിയുള്ള 19 നിയോജക മണ്ഡലത്തിലും ഈ പത്തനംതിട്ടയ്ക്ക് കൂടുതൽ മുസ്ലിം വോട്ടർമാരുണ്ട്. ഏറ്റവും കുറച്ച് മുസ്ലിം വോട്ടർമാരുണ്ടെന്നുള്ളതല്ലാതെ മറ്റ് മതസ്ഥ നോക്കിയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? പെന്റിക്കോസ്റ്റ് ഉണ്ട്, ജാക്കബറ്റ്സ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, CSI ഉണ്ട്, മർത്തോമ വലിയ സഭയാണ്, മർത്തോമ സഭയുണ്ട്, കത്തോലിക്കരുണ്ട്. എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഉള്ള ഒരു നിയോജകമണ്ഡലമാണ് പത്തനംതിട്ട. അവിടെ ഞാൻ ഏതെങ്കിലും സമുദായത്തിന്റെ ആളായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അഭിമാനത്തോട് പറഞ്ഞ് ഞാൻ ക്രിസ്ത്യാനിയാണ്. അത് നിയമസഭയിലും ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് എനിക്കൊരു മടിയില്ല അത് പറയാം. എന്ന് വിചാരിച്ച് മറ്റു മതങ്ങളോട് ഹൈന്ദവ സമൂഹം എന്റെ എല്ലാ കാര്യത്തിലും എന്നെ സഹായിച്ചുള്ള ഹൈന്ദവ സമൂഹമാണ്. അപ്പോൾ അവരോട് അത്രയും ബന്ധവും അനുഭവമുണ്ട്. പിന്നെ ഞാൻ BJP ചേർന്ന് പറഞ്ഞാൽ എന്റെ ഏത് ഇഷ്യൂ വന്നപ്പോഴും എന്നെ സഹായിക്കാൻ ഓടിയെത്തത് RSSും BJPയും പ്രവർത്തകരാണ്. പിണറായി എന്നെ 4 പ്രാവശ്യം വീട്ടിൽ നിന്ന് അനാവശ്യമായി ഒരു കേസുമില്ലാതെ കള്ളക്കേസ് എന്താന്ന് പോലും എനിക്കറിയാതെ പോലീസ് എന്നെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ 10-20 വണ്ടിയും പോലീസും ഇന്നയായിട്ട് കൊണ്ടുപോയി. ആ പോയ വഴിക്കെല്ലാം എന്നെ സഹായിക്കാൻ ഓടിയെത്തത് BJPയുടെ RSSന്റെയും പ്രവർത്തകരാണ്. അപ്പോൾ എനിക്കൊരു സുരക്ഷിത ബോധം BJPയിലാണ്, RSS പ്രവർത്തകരോടൊപ്പമാണ്, BJP പ്രവർത്തകരോടൊപ്പമാണ് എന്ന് ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ BJP ചേർന്നത്. എനിക്ക് അത് ബോധ്യപ്പെട്ടതാണ്. ഇപ്പോൾ BJP ചെന്നതിന് ശേഷം അത്രമാത്രം ശക്തമായ സഹായവും സഹകരണവും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഞാൻ വളരെയേറെ സംതൃപ്തനാണ്.